ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ. യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് കർത്താവിനെ പോലെ കർത്താവ് കാണിച്ച മാതൃക നമ്മൾ പിൻപറ്റണം എന്നുള്ളതാണ്. ഗുരുവും കർത്താവുമായ യേശു ചെയ്തതും പറഞ്ഞതും അതുപോലെ പ്രവർത്തിപ്പാനായിട്ട് ഗുരുവിനെ പോലെ ശിഷ്യന്മാരായി തീരണമെന്നുള്ളതാണ് നമ്മുടെ നല്ല ഗുരുനാഥനായ യേശു ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ ചിന്തിപ്പാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ പോലെ കാണുവാൻ നമുക്ക് കഴിയണം. യേശുവിനെ പോലെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ പോലെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, നമ്മൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് 33.5 വർഷക്കാലം ജീവിച്ച് ഒരു നല്ല മാതൃക കാണിച്ചു തന്നു. പലതും പ്രവർത്തിച്ചിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞതെന്താ? നിങ്ങളും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, ഞാൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഈ ശിഷ്യത്വം എന്നുള്ളതായ ഈ വലിയ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട് മാത്രം കർത്താവിൻ്റെ നല്ല ശിഷ്യന്മാരാകുവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ ദിവസങ്ങൾ നമ്മൾ പലതും പഠിച്ചു. എന്നാൽ ഇന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവിനെ പോലെ ചിന്തിക്കുവാനും കർത്താവിനെ പോലെ കാണുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ പലതിനെയും കാണുന്നതും പലതിനോടും നമ്മൾ പ്രതികരിക്കുന്നതുമൊക്കെ ഒരു മാനുഷികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പച്ച മനുഷ്യനായിട്ട് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കാറായിട്ടുണ്ട്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ പദവികളിലേക്ക് പ്രവേശിച്ച് മക്കളും ശിഷ്യനും സ്നേഹിതരുമൊക്കെ ആയി തീരുമ്പോൾ പദവികൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്, അവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഓരോ പദവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനനുസരണമായ ആ നിലവാരത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ നിന്നും വലിയൊരു പ്രതീക്ഷയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിപ്പാനോ ഇതിനു മുമ്പ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ജീവിച്ചതുപോലെ ജീവിപ്പാനോ സംസാരിച്ചതുപോലെ സംസാരിപ്പാനോ ഒന്നും നമുക്ക് കഴിയുകയില്ല. മറ്റുള്ളവരോട് ഇടപെട്ടതുപോലും മറ്റുള്ളവരെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാറേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ഇവിടെ നമുക്കെല്ലാവർക്കും സക്കായി എന്ന് പറയുന്നതായ മനുഷ്യൻ്റെ കഥ അറിയാം. എന്നാൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മുടെ ഉള്ളം കണ്ണുകളെ ഒന്ന് തുറക്കുവാനായിട്ട് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എൻ്റെ ഉള്ളിലേക്ക് തന്നതായ ഒരു ചിന്തയാണ്, ആത്മീയ ചിന്തയാണ്. ഇവിടെ നമുക്ക് 2 തരത്തിൽ അതിനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മൾ സഖായിയെ ഒരു മനുഷ്യൻ എപ്രകാരമാണ് കണ്ടത്? സഖായിയെ കർത്താവ് എങ്ങനെയാണ് കണ്ടത്? എന്തായിരുന്നു യഥാർത്ഥത്തിൽ സഖായിക്ക് യേശുവിനെ കാണുന്നതിന് തടസ്സമായി നിന്നത്? ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെയും നമുക്ക് വ്യക്തമായ മറുപടികൾ ഉണ്ടായിരിക്കാം. ഒന്ന്, സഖായിക്ക് യേശുവിനെ കാണുന്നതിന് തടസ്സമായത് എന്താണെന്ന് കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ ഇന്ന് പറയും സഖായി കുള്ളനായിരുന്നു. ചിലർ പറയും സഖായി കുള്ളൻ മാത്രമല്ല കള്ളനുമായിരുന്നു. അത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. ഒരു മനുഷ്യൻ മാനുഷികമായ നിലയിൽ ഒരുവനെ നോക്കുമ്പോൾ ലോകപ്രകാരമുള്ള കണ്ണുകൊണ്ട്, ലൗകികമായ കണ്ണുകൊണ്ട്
പ്രാകൃതമായ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ സക്കായിയിൽ കണ്ടത് അവൻ കുള്ളനാണ്, അവൻ കള്ളനാണ്, ചതിയനാണ് എന്നൊക്കെയാണല്ലോ. ഈവൻ നമ്മൾക്ക് സൺഡേ സ്കൂളിലും VBSനുമൊക്കെ പാട്ടുകളിൽ പോലും പറയുന്നത് കുള്ളൻ സക്കായി, കള്ളൻ സക്കായി എന്നൊക്കെ നമ്മൾ പാടാറായിട്ടുണ്ട്. അതാ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ നോക്കിയപ്പോൾ, മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് സക്കായിയെ നോക്കിയപ്പോൾ അവനിലെ ഒത്തിരി കുറവിനെയാണ് അവിടെ കണ്ടത്. എന്നാൽ യേശു സക്കായിയെ ആരായിട്ടാണ് കണ്ടത്? യേശു നോക്കിയപ്പോൾ സക്കായിൽ എന്താണ് കണ്ടത്? ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനു മുമ്പ് സത്യത്തിൽ ഈ സക്കായിക്ക് യേശുവിനെ കാണുവാൻ ഹൃദയത്തിൽ ആഗ്രഹം ഉദിച്ചപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവനതൊരു തടസ്സമായി നിന്നത്? അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ ചെങ്കടൽ പോലെ ഈ യേശുവിനെ കാണുന്നതിന് മറയായി നിന്നത് എന്തായിരുന്നു? അവൻ്റെ ജീവിതത്തിലെ കുറവ് മാത്രമല്ലായിരുന്നു. അവൻ കുള്ളനായതുകൊണ്ട് മാത്രമല്ല യേശുവിനെ കാണുവാൻ കഴിയാഞ്ഞത്. മറിച്ച് അവിടെ അതിലും അപ്പുറമായിട്ട് യേശുവിനെ സക്കായിക്ക് കാണുന്നതിന് തടസ്സമായി നിന്നത് ഒരു വലിയ പുരുഷാരമായിരുന്നു. ഒരു പക്ഷേ ആ പുരുഷാരം ഒന്ന് മനസ്സു വെച്ചിരുന്നുവെങ്കിൽ, ആ പുരുഷാരം ഒന്ന് ഈ മനുഷ്യനോട് മനസ്സലിവ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ഈ കാട്ടത്തിയിൽ കയറാതെ യേശുവിനെ കാണുവാൻ ഈ സക്കായിക്ക് കഴിയുമായിരുന്നു. കാരണം അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ബന്ധപ്പെട്ട് ഒരു കാട്ടത്തിമേൽ കയറി. ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യന് ഇത്രത്തോളം ദ്രോഹം ചെയ്ത് അവനെ കഷ്ടപ്പെടുത്തിയത് സത്യത്തിൽ അവൻ്റെ വളർച്ചയിലുള്ളതായ കുറവല്ലായിരുന്നു പ്രിയമുള്ളവരെ. അവന് കർത്താവിനെ കാണാമായിരുന്നു, ആ പുരുഷാരം ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ. എന്നാൽ അവനെ തടഞ്ഞത് പുരുഷാരമായിരുന്നു. ഇവിടെ നമുക്കൊരു വലിയ ആത്മീയ സന്ദേശം നമുക്ക് കർത്താവ് തരുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകർക്ക് ക്രിസ്തുവിനെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അവരുടെ ജീവിതത്തിലെ കുറവുകൾ മാത്രമല്ല പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പലരും ഈ രക്ഷകനെ കാണുന്നതിന് ഞാനും നിങ്ങളുമൊക്കെ ഒരു തടസ്സങ്ങളായി, അല്ലെങ്കിൽ പലപ്പോഴും തീരാറായിട്ടില്ലേ? ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. പുരുഷാരം മുഴുവനും നിന്നുകൊണ്ട് അവനെ കളിയാക്കുകയും അവനെ തുറിച്ചു നോക്കുകയും അവനിലെ കുറവുകളെ വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് അവനാകെ അസ്വസ്ഥനായി. എങ്കിലും അതൊന്നും അവനെ തളർത്തിയില്ല. അവൻ ഓടിച്ചെന്ന്, ഈ പുരുഷാരത്തിൽ നിന്നും ഓടിച്ചെന്ന് അവനൊരു കാട്ടത്തിമേൽ കയറി അതിനെ അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലയളവൊക്കെ അടുത്ത് വരികയാണല്ലോ. നമുക്ക് ചിന്തിപ്പാനായിട്ടൊരു വലിയ ചിന്ത കൂടി ഇവിടെ നമുക്ക് കാണുകയാണ്. എന്താണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാരായി തീർന്ന നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിനെ ഒരാൾക്കെങ്കിലും, ഒരു പാപിയെങ്കിലും ഈ ക്രിസ്തുവിനെ കാണണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥത കാരണം കർത്താവിനെ കാണുവാൻ അനേകർ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ അവരിലേക്ക് നോക്കി, മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കി, അവരിലെ കുറവുകളെ കണ്ട് അവരെ കുറ്റപ്പെടുത്തി, അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമല്ലേ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം. അതുകൊണ്ടല്ലേ അനേകർക്കിന്ന് ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ കഴിയാത്തത്. അനേകരിന്ന് ബന്ധപ്പെടുകയാണ്, അനേകരിന്ന് കഷ്ടപ്പെടുകയാണ്. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സു വെച്ചാൽ എത്ര പേർക്ക് ഈ ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുമെന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ ഈ മനുഷ്യൻ സക്കായിലെ കുറവുകളെ എല്ലാം കണ്ടു. ആ സക്കായിയെ യേശുവിനെ കാണുന്നതിന് തടഞ്ഞുവെങ്കിലും സക്കായിയെ കണ്ട ഒരു ദൈവമുണ്ട്. അവൻ കാട്ടത്തിമേൽ കയറി അവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ യേശു അവൻ കയറുന്നതോ ഒന്നും കണ്ടു കാണത്തില്ല. എന്നാൽ കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയപ്പോൾ അവൻ്റെ ഉള്ളത്തെ കണ്ട ഒരു കർത്താവ്. മനുഷ്യൻ പുറമെയുള്ള കുറവിനെ നോക്കിയപ്പോൾ കർത്താവ് സക്കായിയുടെ ഉള്ളിലെ ആത്മീയമായ ആ
വളർച്ചയാണ്, അല്ലെങ്കിൽ ആത്മീയമായ ആ വലിയ ദാഹമാണ് കർത്താവ് കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കി അവൻ്റെ വളർച്ചയിലെ കുറവിനെ കണ്ടപ്പോൾ, കർത്താവ് അവൻ്റെ ഉള്ളത്തെ നോക്കിയപ്പോൾ അവൻ്റെ ആത്മീയമായ വളരുവാനുള്ള ദാഹത്തെയും വാഞ്ചയെയും കർത്താവ് കാണുകയാണ്. ആ കർത്താവ് അവിടെ നിന്ന് സക്കായിയെ വിളിക്കുകയാണ്. കർത്താവ് സക്കായി എങ്ങനെ വിളിച്ചത്? കള്ളാന്നോ കുള്ളാന്നോ ചുങ്കക്കാരാന്നോ ചതിയനെന്നോ ഒന്നും കർത്താവ് വിളിച്ചില്ല. അവനെ നോക്കി, അവനെ സ്നേഹിച്ചു, അവൻ്റെ ഹൃദയ വാഞ്ച കണ്ടു. അവനോട് പറഞ്ഞു, സക്കായിയെ, വേഗം ഇറങ്ങി വാ. ശാന്തമായിട്ട്, ഇമ്പമായിട്ട്, മനസ്സലിവോടുകൂടി അവനെ വിളിച്ചു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇറങ്ങി വന്നാൽ മാത്രം പോരാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ വന്ന് പാർക്കാനായിട്ട് പോകുകയാണ്. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഏതാണ് ആ വീട്? സത്യം പറഞ്ഞാൽ അവൻ്റെ ഹൃദയമാകുന്ന ആ വീട്ടിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാകുന്നു നമ്മുടെ ശരീരം. ആ ഹൃദയത്തിലേക്ക് വരുവാനാണ് കർത്താവ് സക്കായിയോട് പറഞ്ഞത്. ഇതുവരെയും ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതമാണ് നീ നയിച്ചുകൊണ്ടിരുന്നത്. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വസിക്കുവാനായിട്ട് ഇടമില്ലായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കുവാനായിട്ട്, പാർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയുടെ ആ മനസ്സലിവിൻ്റെ ആ ഒരു പ്രവൃത്തി ഈ ക്രിസ്മസ് കാലയളവിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ, അവൻ ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് അസ്, നമ്മളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരായ നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. ഇരുളറഞ്ഞ ലോകത്തിൽ ഇരുളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രകാശം പകരുവാനും ആ ദിവ്യപ്രകാശമാകുന്ന ക്രിസ്തുവിനെ അവരിലേക്ക് പകരുവാനുമാക്കി എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നു. എന്നാൽ ഇവിടെ സക്കായിയെ ഒരു കൂട്ടം പുരുഷാരം യേശുവിനെ കാണുന്നതിന് തടസ്സമായി സക്കായി അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുന്നു. എന്നാൽ സക്കായിയുടെ ഉള്ളത്തെ അറിഞ്ഞ കർത്താവ് അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. തുടർന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കാം. ഒറ്റ ചോദ്യം: ഈ കർത്താവിനെ പോലെ ചിന്തിക്കുവാൻ, ഈ കർത്താവിനെ പോലെ കാണുവാൻ, മറ്റുള്ളവരെ നോക്കുവാൻ, അവരെ അറിയുവാൻ, അവരുടെ ഉള്ളത്തെ അറിയുവാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് നമ്മൾ ഒരു വെളിച്ചമാണോ, അതോ അവരുടെ ജീവിതത്തെ, പ്രകാശത്തെ കെടുത്തുന്നതായ ഒരനുഭവമാണോ? അവർക്ക് ക്രിസ്തുവിനെ കാണുന്നതിന് ഞാനൊരു തടസ്സമാണോ? എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തികൾ അവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതാണോ? എന്താണ് എൻ്റെ ഇന്നത്തെ ശുശ്രൂഷ? നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശിഷ്യന്മാരായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിനെ പോലെ ചിന്തിപ്പാൻ, കർത്താവിനെ പോലെ കാണുവാൻ, കർത്താവിനെ പോലെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ളതായ സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി തരണമേ. കർത്താവ് സക്കായിയെ കണ്ടതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ കുറവുള്ളവരും ബലഹീനരും ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും ഈ രക്ഷയെ അനുഭവിപ്പാൻ കൊതിക്കുന്നതുമായ അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുമുണ്ട്. കർത്താവെ, അവർക്ക് ഞങ്ങൾ ഒരു പ്രകാശമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആർക്കും കർത്താവെ ക്രിസ്തുവിനെ കാണുന്നതിന്, ക്രിസ്തുവിനെ കാണുന്നതിന് ഞങ്ങളൊരു തടസ്സമാകരുത് കർത്താവെ. ഞങ്ങളുടെ വാക്കോ, ഞങ്ങളുടെ പ്രവൃത്തികളോ, ഞങ്ങളുടെ നിലനിൽപ്പോ കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളൊന്നും ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുന്നതിന് ഒരു തടസ്സമാകരുത്. യഥാർത്ഥമായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.